അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 70 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാഹ്. നമുക്ക് 71ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൻതലഖാ ഹത്താ ഇദാ റഖിബാ ഫിസ്സഫീനതി ഖറഖഹാ قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. നമുക്ക് തജ്വീദ് നിയമം നോക്കാം. 71ാമത്തെ ആയത്തിന്റെ ഫൻതലഖ, ഇവിടെ ഹംസത്തുൽ വസ്ൽ ഫന്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കൂട്ടി ചേർത്ത് ഓതുക കേട്ടോ. ഹംസത്തുൽ വസ്ലിന് പ്രത്യേകിച്ച് ശബ്ദമൊന്നുമില്ല ആയത്തിന്റെ നടുക്ക് വരുമ്പോഴൊന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫയിൽ നിന്നും നേരെ നൂനിലേക്ക് അങ്ങ് വരിക. ഫൻ എന്ന് ഓതില്ല അല്ലേ. കാരണം എന്താണ്? നൂനിന്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പം നമ്മളവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദനം. നാവ് മുകളിൽ തട്ടാതെ നോക്കണം കേട്ടോ. തോ ഉയർത്തി പറയണം കേട്ടോ. ലെറ്റർ തോ. ഖാഫിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതുക. ഓക്കെ. ആണ് കേട്ടോ. താന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചൊടുക്കുക. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. 4 അനക്കം വരെ നീട്ടി ഓതാം. ഓക്കെ. ഇത് സാധാരണ മദ്ദാണ് ദാലിന്റെ കൂടെ വന്നിട്ടുള്ളത്. മദ് അസ്ലി സാധാരണ മദ്, 2 അനക്കം നീട്ടിക്കൊടുക്കുക. റോക്കിബ, റക്കിബ നോതരുത്. റോക്കിബ ഫിസ്സഫീനതി, ഇവിടെ ഫീൻ നീട്ടാനുള്ള യാ മദ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നീട്ടി ഓതില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടി ഓതില്ല, കൂട്ടി ചേർത്ത് ഓതും. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ ഓതും? ഫിസ്സഫീനതി എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതും കേട്ടോ. ഫിസ്സ, സീനിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, സീനിനെ ഒന്ന് കനപ്പിച്ചൊടുക്കുക. ഫിസ്സഫീനതി, ഫ കഴിഞ്ഞിട്ട് യാ മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടി ഓതി കൊടുക്കണേ. മദ് അസ്ലിയാണ്, സാധാരണ മദ്ദാണ് ഇത് കേട്ടോ. ഫിസ്സഫീനതി ഖറഖഹാ, ഖറഖഹാ, ഇവിടെ നിർത്താനുള്ള സുല വന്നിട്ടുണ്ട്. നിർത്തുകയാണെങ്കിൽ നമ്മൾ 2 അനക്കം നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഖറഖഹാ. ഓക്കെ. കൂട്ടിച്ചേർത്ത് ഓതി പോവാണെങ്കിലോ ഇതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് ഓതി പോവാവുന്നതാണ്. ഓക്കെ. ഇവിടെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കണേ. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഖാഫിന് സുക്കൂന് വന്നിട്ടുണ്ട്. കൽക്കലയുടെ ലെറ്റർ ആണ്, ഫുൾ സുക്കൂന് കൊടുക്കണേ. ഗൈന് സുക്കൂന് വന്നിട്ടുണ്ട്. ഇവിടെ ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് നാവിന്റെ മുരട് ഭാഗമാണ്. പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക കേട്ടോ. ഹിന്റെ സുക്കൂന് വന്നിട്ടുണ്ട്. ഹാഫ് സുക്കൂന് കൊടുക്കുക. ലഖദ്, ദാലിന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്റർ ആണ്. ദ് എന്ന് ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതണേ. ലഖദ് ജിത, ഹംസ, ഹംസക്ക് ഹാഫ് സുക്കൂനാണ്. ജിത എന്ന് ഓതരുത്. ജിത. ഓക്കെ. ജിത ഷൈഅൻ, ഇവിടെ 2 ഫത്ഹായും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമായി ഇൽഹാർ ചെയ്ത് ഓതണം. ഷൈഅൻ 2 ഫത്ഹായും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് ഇൽഹാർ ചെയ്ത് ഓതണം. ഷൈഅൻ എന്ന് ഓതണം. ഓക്കെ. ഇംറോ, ഇം ഹഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. മീമിനൊക്കെ ഇംറോ. ഇവിടെ 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. 72ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം.
قال ألم أقل إنك لن تستطيع معي صبرا. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ഖാല, ഇവിടെയും ഖാഫിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടണേ. ഖാല അലം, അലം വ്യക്തമാക്കി ഉച്ചരിക്കുക കേട്ടോ. മീമിന്റെ മുകളിൽ സുക്കൂന് വരുമ്പം അലം അഖുൽ, അഖുൽ ഖാഫാണ്, അക്കുൽ എന്നോതരുത്, അഖുൽ. ഓക്കെ, അഖുൽ ഇന്നക, നൂന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിക്കണം കേട്ടോ. ഇന്നക, ഇന്നക്ക അല്ല, ഇന്നക കാഫാണ്, ചെരിവ് വേണം കേട്ടോ. ഇന്നക ലൻ, ലൻ എന്നോതില്ല, നൂന്റെ മുകളിൽ എന്തില്ല, സുക്കൂന് പ്രത്യക്ഷത്തിൽ കാണാനില്ല. നമ്മൾ എങ്ങനെ ഓതും, ലൻ ഇഖ്ഫാ ചെയ്ത് ഓതുക കേട്ടോ. ലൻ തസ്തതീഅ, തസ് സിന് ഹാഫ് സുക്കൂന് കൊടുക്കുക, തസ് തസ്തതീഅ, ഇവിടെ നമ്മൾ തൊഇനെ യാ മദ് കൊടുത്ത് രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. തസ്തതീഅ, ഐൻ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് എന്താ നമ്മൾ സൂക്ഷിച്ചു ഉച്ചരിക്കുക കേട്ടോ. ഐന് തൊണ്ടയുടെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരാണ്, അപ്പം ശ്രദ്ധിച്ചുച്ചരിക്കുക കേട്ടോ. തസ്തതീഅ മഅയ, ഇവിടെയൊക്കെ ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആ എന്നുള്ള ശബ്ദം വരാതെ ആ ആ സൂക്ഷിച്ചു ഉച്ചരിക്കുക. ഓക്കെ, തസ്തതീഅ മഅയ സബ്റ, സബ് സ്വാദ് ഉയർത്തി പറയണം കേട്ടോ. സബ്, ബഇന് ഫുൾ സുക്കൂനാണ്, അൽക്കലയുടെ ലെറ്റർ അല്ലേ ബ, ഫുൾ സുക്കൂന് കൊടുക്കണം. സബ്, സബ്റ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെയ്യേണ്ടതാണ്. ഓക്കെ, രണ്ടനക്കം നീട്ടി വഖഫ് ചെയ്യണം. അവസാനത്തിൽ അലിഫ് വരുമ്പോൾ രണ്ടനക്കം നീട്ടൽ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, 73-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. ഖാല ലാ, ലാ എന്ന് പറഞ്ഞപ്പോൾ ലാമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഖാല, ഇവിടെയും രണ്ടനക്കം നീട്ടണം കേട്ടോ. ഖാല ലാ തുആ, ഹംസ വന്നിരിക്കുന്നത് വാവിന്റെ മുകളിലാണ് അല്ലേ, നമ്മൾ ഹംസേനെയാണ് നോക്കേണ്ടത് കേട്ടോ. വാവ് എഴുത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. തുആ, ആനെ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. തുആഖിദ്നി, ഖിദ്, ദാലിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ഖിദ്, ഖിദ്നി, ഇവിടെ നോക്കൂ, ഇവിടെ ഈ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. തുആഖിദ്നി ബിമാ നസീതു, ബിമാ രണ്ടനക്കം നീട്ടി കൊടുക്കുക. നസീതു, ഇവിടെയും രണ്ടനക്കം നീട്ടി കൊടുക്കുക. സാധാരണ മദ്ദുകളാണ് കേട്ടോ, മദ് അസ്ലിയാണ്, സാധാരണ മദ്, രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ്. ഒരുപാട് നീട്ടരുത് കേട്ടോ, ഇവിടെ ബിമാ എന്നൊന്നും നീട്ടരുത്, കുറച്ച് രണ്ടനക്കം നീട്ടി കൊടുക്കുക. ബിമാ നസീതു. വല, വല ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുത്താൽ മതി കേട്ടോ. വല തുർഹിഖ്നി, തുർഹിഖ് ഖാഫിന് സുക്കൂന് വന്നിട്ടുണ്ട്, അവിടെ കൽക്കലയുടെ ലെറ്ററാണ്, ഖാഫ് ഫുൾ സുക്കൂന് കൊടുക്കണം. തുർഹിഖ്, തുർഹിഖ്നി യാ മദ്ദാണ്, ഇവിടെ യാ മദ് ചെയ്യണം കേട്ടോ, രണ്ടനക്കം നീട്ടി കൊടുക്കണേ. മിൻ, മിൻ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം, ഇൽഹാറാണ്. മിൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. മിൻ അംരി, അംരി ഇവിടെ യാ മദ്ദാണ്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണം. അംരി ഉസ്റ, ഉസ്റ, ഉസ് ഹാഫ് സുക്കൂനാണ് കേട്ടോ. ഉസ്, ഉസ്റ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, എപ്പോഴും അവസാനത്തിൽ അലിഫ് ഇതുപോലെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.